നമസ്കാരം. ഇസ്രായേൽ ഗാസ വിഷയം അല്ലെങ്കിൽ ഇസ്രായേൽ പാലസ്തീൻ വിഷയം, അതായത് യുദ്ധം, അതെങ്ങനെ ആരംഭിച്ചു എന്ന് നമുക്കൊന്ന് നോക്കാം. 2023 ഒക്ടോബർ 7 ഒരു ശനിയാഴ്ച തുടങ്ങിയ യുദ്ധം ഇന്നേക്ക് 2 വർഷം പൂർത്തിയാകുന്നു. ഈ യുദ്ധം തുടങ്ങിയത് 2 വർഷം മുമ്പാണോ? യാഥാർത്ഥ്യത്തിൽ അത് അല്ല എന്നുള്ളതാണ്. കാരണം 1948 രൂപം കൊണ്ട ഒരു രാജ്യമാണ് ഇസ്രായേൽ. 1948 മെയ് 14 ഇസ്രായേൽ എന്ന രാജ്യം രൂപം കൊള്ളുമ്പോൾ അത്രയും നാൾ പാലസ്തീൻ ആയിരുന്ന ഒരു പ്രദേശം ജൂതന്മാരുടേതായിട്ടുള്ള ഒരു രാജ്യമായി മാറുകയായിരുന്നു. അങ്ങനെയാണ് ഇസ്രായേൽ ഒരു ജൂത രാജ്യമായി അവർ പ്രഖ്യാപിക്കുന്നത്. കഴിഞ്ഞ 77 വർഷമായി തുടങ്ങിയ സംഘർഷമാണ് ഇപ്പോഴും അവസാനിക്കാതെ നിൽക്കുന്നത്. ഗസയിൽ ഉള്ള തീവ്രവാദികളെ ആക്രമിച്ച് ഒതുക്കുക എന്ന പേരിൽ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന നരാധമൻ നടത്തുന്ന വംശീയ ഹത്യയുടെ നേർക്കാഴ്ച നമുക്കൊന്ന് കണ്ടുപോകാം. പലസ്തീൻ കവിയായ മുഹമ്മദ് റിഷീവിന്റെ വാക്കുകൾ: യുദ്ധം അവസാനിക്കും, ഒരുപക്ഷെ നേതാക്കന്മാർ കൈകൊടുത്തു പിരിയും. ആ വൃദ്ധയായ സ്ത്രീ തൻ്റെ മകനു വേണ്ടി കാത്തിരിക്കും. ആ പെൺകുട്ടി തൻ്റെ പ്രിയപ്പെട്ടവന് വേണ്ടി കാത്തിരിക്കും. ആ കുട്ടികൾ തൻ്റെ ധീരനായ അച്ഛനു വേണ്ടി കാത്തിരിക്കും. എൻ്റെ രാജ്യം ആര് വിറ്റെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ രാജ്യത്തിന്റെ വില നൽകിയത് ആരെന്ന് എനിക്കറിയാം. കഴിഞ്ഞ 2 വർഷത്തെ യുദ്ധത്തിന്റെ കണക്കെടുത്താൽ ഒന്നും അറിയാത്ത ഒരു ദിവസം ഏകദേശം 100 പേർ കൊല്ലപ്പെടുന്നു എന്ന കണക്കാണ്. കഴിഞ്ഞ 2 വർഷത്തിൽ 67,000 മുകളിൽ ആളുകൾ കൊല്ലപ്പെട്ടു. 1,60,000 ആളുകൾക്കടക്കം പരിക്കുകൾ പറ്റി. ഈ മരിച്ചവരിൽ 70% സ്ത്രീകളും കുട്ടികളുമാണ്. 462 പട്ടിണി മരണങ്ങൾ നടന്നപ്പോൾ അതിൽ 152 പേരോളം പിഞ്ചു കുഞ്ഞുങ്ങളായിരുന്നു. 19 ലക്ഷം ആളുകൾ ഗസയിൽ നിന്നും പാലസ്തീനിൽ നിന്നും പലായനം ചെയ്തു മറ്റു രാജ്യങ്ങളിൽ അഭയം തേടി. 92% വീടുകളും കെട്ടിടങ്ങളും നശിച്ചുപോയി. ഹമാസിനെ ആക്രമിക്കാൻ എന്ന പേരിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിലേക്ക് ബോംബ് വർഷിക്കുന്നു, ആശുപത്രിയിലേക്ക് ബോംബ് വർഷിക്കുന്നു. അതേപോലെ തന്നെ സാധാരണ ഒന്നും അറിയാത്ത പാവപ്പെട്ട ജനങ്ങൾ തെങ്ങിപ്പാർക്കുന്ന ഇടത്തേക്ക് ഇസ്രായേൽ സൈന്യം ബോംബ് വർഷിക്കുകയും പാഞ്ഞു കയറുകയും വെടിയുണ്ടകൾ അവരുടെ നെഞ്ചിന് നേരെ ഉതിർക്കുകയും ചെയ്യുന്നു. ഒരു കാരണവും കൂടാതെ മാധ്യമ പ്രവർത്തകരെ വെടിവെച്ചു കൊല്ലുന്നു. ഒന്നോർക്കണം, പിഞ്ചു കുഞ്ഞുങ്ങളെയും സാധാരണപ്പെട്ട ജനങ്ങളെയും കൊന്നൊടുക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന നരാധമനെ നമ്മുടെ രാജ്യത്തും ചില ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ മനോനില എത്രത്തോളം വികലമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം എല്ലാ സാമുദായിക മത സംഘടനകളും ഈ ഒരു വിഷയത്തെ എതിർക്കുമ്പോഴും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും വർഗീയതയുടെ തിമിരം പിടിച്ച ആളുകൾ ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്ത്യ എന്ന മഹത്തായ രാജ്യം യാതൊരു പ്രതികരണവും നടത്തിയില്ല. ഐക്യരാഷ്ട്രസഭയിൽ നാണം കെട്ട് നിൽക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹു നമ്മുടെ ലോക രാജ്യങ്ങളിലെ നേതാക്കൾ എല്ലാം തന്നെയും ഇസ്രായേലിനെ തള്ളിപ്പറയുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതരത്വ രാജ്യം, ആ രാജ്യം ഒരു വാക്ക് പോലും മിണ്ടുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ബെഞ്ചമിൻ നെതന്യാഹു വന്നപ്പോൾ ഇന്ത്യയിലെ പൂവിനെ പോലും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പേര് നിർദ്ദേശിച്ച ആളുകളുണ്ട്. ഇത്തരത്തിൽ വർഗീയതയെ ചെറുക്കണം, ഹമാസിനെ പോലെയുള്ള സംഘടനകളെ ലോകത്തു നിന്നും തുടച്ചു നീക്കണം. ഹമാസ് തന്നെയല്ല, അൽ-ഖുദ ആയിക്കോട്ടെ, ബോക്കോ ഹറാം ആയിക്കോട്ടെ, ഏത് സംഘടനയെയും, തീവ്രവാദം കാണിക്കുന്ന ഏത് സംഘടനയും തുടച്ചു നീക്കുക തന്നെ വേണം. പക്ഷെ അതിന്റെ പേരിൽ വംശീയ ഹത്യ നടത്തുന്നത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കത്തില്ല. തീവ്രവാദികളെ കൊന്നൊടുക്കുന്നു എന്ന മറവിൽ സാധാരണപ്പെട്ട അമ്മമാരെയും പെങ്ങന്മാരെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കുന്ന രാഷ്ട്രീയം, കപടമായിട്ടുള്ള ദേശീയത പറഞ്ഞ് ഇസ്രായേൽ ജനതയെ ഇത്രയും കാലം പറഞ്ഞു പറ്റിച്ച് നിങ്ങൾ കൊന്നൊടുക്കിയ ഗസയിലെ ജനങ്ങൾക്കെതിരെ തൻ്റെ രാജ്യത്ത് നിന്നും പ്രതിഷേധമുയർന്നു. ലോകരാജ്യങ്ങൾ എമ്പാടും പ്രതിഷേധിക്കുന്നു. നമ്മുടെ ഇന്ത്യയിലും പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. പ്രതിഷേധം ശക്തമായ നിലയിൽ ഉയർന്നു വരുമ്പോൾ നമ്മുടെ രാജ്യത്തും ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന നെറികെട്ട നരാധമനെ അനുകൂലിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനോനില നിങ്ങൾ പരിശോധിക്കുക തന്നെ വേണം.